അരുണിന്റെ അച്ഛൻ വേണുമെന്നെ ശേഖരേട്ടൻ അറിയില്ലേ? ഡൽഹിയിൽ നിന്ന് അയാളുടെ പൊസിഷൻ എന്താ? ഇത്രയും കാലം അവിടെ ഉദ്യോഗത്തിലിരുന്നിട്ട് മോശമല്ലാത്ത റെപ്യൂട്ടേഷൻ അവിടുത്തെ മലയാളീസിന്റെ ഇടയിൽ ഞങ്ങൾക്കും ഉണ്ടല്ലോ. എല്ലാം ഇവളൊരുത്തി കാരണം നശിച്ചു എന്ന് പറയാം. ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഞാനും ചേട്ടനും ഒളിക്കുക. എല്ലാവർക്കും ചോദിക്കാൻ ഈ ഒരു വിഷയമേ ഉള്ളതാനും. അവളൊരു കൊച്ചുകുട്ടിയല്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൾക്ക് അവളുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്ത് കാഴ്ചപ്പാട്? പിടിച്ചു വലിച്ചുകൊണ്ടായി കല്യാണം നടത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നീ അവളോട് സംസാരിച്ചോ? എങ്ങനെയാ സംസാരിക്കുന്നത്? ഞങ്ങളെ കണ്ടപ്പോഴേ ചതുർത്തി കണ്ട പോലല്ലേ മുഖം ഇരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അവൾ പ്രോബ്ലം ചൈൽഡ് ആയിരുന്നു. അങ്ങനെ പറയരുതില്ലേ. അവളുടെ മനസ്സ് ശരിക്കും വേദനിക്കുന്നുണ്ട്. അത് നമ്മൾ കാണണ്ടേ? രാധയെടുത്തേ, പുറത്തു നിന്ന് കമന്റ്സ് പറയാൻ ആർക്കും എളുപ്പമാണ്. ഒരു കുഞ്ഞിനെ പെറ്റു വളർത്തി എടുക്കുന്നവർക്ക് അതിന്റെ വേദനയും പ്രയാസമൊക്കെ മനസ്സിലാവും. ഹലോ, എന്താ പക്ഷെ മഴ പെയ്യുന്നൊന്നും അറിയുന്നില്ലേ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയും ഓടിപ്പോകാൻ എനിക്കൊരിടമില്ല. എന്റെ ചെങ്ങാതി താനിങ്ങനെ ഡെസ്പാണ്ട കാര്യമൊന്നുമില്ല. തന്റെ മനസാക്ഷിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും താൻ ചെയ്യാൻ പോണില്ല. ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ബോധ്യമാവുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു കാരണം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് അടിവരായിട്ട് അങ്ങ് പറഞ്ഞേക്കുക. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ഞാൻ എന്ത് പറഞ്ഞും ഒരു അറ്റംപ്റ്റ് കൂടി നടത്തും. പക്ഷേ ഒന്നും കേൾക്കാനുള്ള മനസ്സ് അവർക്ക് രണ്ടുപേർക്കും ഇല്ല ശിവൻ. എന്നാ പിന്നെ അട്ടയാക്കി രണ്ടിലൊന്നറിയാൻ ശിവൻ ഇവിടെ ഉണ്ട്. അത് മനസ്സിൽ വെച്ചേക്ക്. എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. ലക്ഷ്മിയെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. എല്ലാം മറക്കാൻ ഞാൻ പറയില്ല. ഓർമ്മ വേണം. അതായിരിക്കണം ജീവിക്കാനുള്ള ശക്തി. കണ്ണന് വേണ്ടി ജീവിക്കണം. നിന്റെ വയറ്റിൽ വളരുന്നവന്റെ കുഞ്ഞിന് വേണ്ടി. രാജപ്പൻ പറഞ്ഞു, കണ്ണൻ നിന്നെ ഏൽപ്പിച്ചു പോയ കുരുന്ന ജീവനെ നീ വളർത്തി വലുതാക്കണ്ടേ? എന്നാലല്ലേ അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. അവളുടെ അഹങ്കാരം വേറൊന്നുമല്ല. ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞ സ്ഥിതിക്ക് ശേഖരേട്ടൻ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്കറിയാം കുഴപ്പം എന്റേത് തന്നെയാണ്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി അതിൻ്റെയായി കാണിക്കുന്നത്. ഒരു പരിധി വരെ ഞാൻ സഹിക്കും. പിന്നെ എന്റെ സ്വഭാവം എന്താണെന്ന് അവൾക്കറിയാം. ശേഖരേട്ടൻ അവനെ കണ്ടില്ലേ? അരുണിനെ. എന്താ അവനൊരു കുറവ് പറയാൻ? ഒന്നും വേണ്ട. എന്ത് കാര്യത്തിന് അവിടെ 100 കൂട്ടം കാര്യങ്ങളും വിട്ട് ഞങ്ങളുടെ കൂടെ അവൻ പോകുന്നത്? ഞങ്ങളെ തനിച്ച് യാത്ര ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞാ കൂടെ കയറിയത്. ഞങ്ങൾക്കൊരു മോന്റെ കുറവാ അവൻ തീർക്കുന്നത്. മകന്റെ കുറവ് തീർക്കാന്ന് പറയുന്നത് മകള് നഷ്ടപ്പെട്ടുകൊണ്ടാവണോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലേ? ആരായാൾ? അത് ശിവൻ. ശിവൻ അറിയില്ലേ? പിന്നെ SK നായർ IAS, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, കൊമ്പത്ത് ജോലി. ശിവൻ വരും. മേജർ സാർ, എനിക്ക് SK അദ്ദേഹത്തോടൊന്ന് സംസാരിക്കുന്നുണ്ട്. കുഴപ്പമില്ലോ? അല്ല, കുഴപ്പമുണ്ടെങ്കിലും സംസാരിക്കാതിരിക്കാൻ നോക്കുകയല്ലോ. ചരിത്രം പരിശോധിച്ചാൽ സത്യം പറഞ്ഞവർക്കും വഴികാട്ടികൾക്കും വെടിയുണ്ടും കുരിശുമാണ് ഫലം. പക്ഷേ എന്നെ പോലെ ഒരു മനുഷ്യ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിഷയത്തിൽ നടന്നു പോകുന്നല്ലോ. അപ്പൊ SK ജി, നമ്മൾ എന്താ സംസാരിച്ചു വന്നേ? സംസാരിച്ചു വന്നില്ല, സംസാരിക്കാൻ പോകുന്നത്. പ്രായവും പക്വതയുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? മാതാപിതാക്കൾ, ചേച്ചിയോട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അച്ഛനും അമ്മയും മക്കളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥന്മാരല്ല, കുറച്ചു കാലത്തെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാം, അല്ലാതെ പറയുന്നത് പോലെ നടക്കണം എന്ന് ആജ്ഞാപിക്കരുത്. മിസ്റ്റർ, താൻ ആരാണ് ഇതൊക്കെ പറയാനെന്നായിരിക്കും. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ ഞാൻ അനിതയുടെ ഒരു ഫ്രണ്ടാണ്. ഒന്നുമില്ല, ഞാനൊരു മലയാളിയല്ലേ സാർ. ശിവൻ എന്നെ തടയരുത്. ഇപ്പൊ വരുന്ന ഒരു ഫ്ലോയിൽ എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റും. അപ്പൊ മിസ്റ്റർ SK, നിങ്ങൾ എന്തിനാ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത്? നിങ്ങൾ അതിര് കിടക്കുന്നു. ആവശ്യമില്ലാത്ത സബ്ജക്റ്റിലാണ് നിങ്ങൾ ഇടപെടുന്നത്. ഈ മുതിർന്നവർ സംസാരിക്കുമ്പോ കൊച്ചുകുട്ടികളുടെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു പാവം പെൺകുട്ടിയുടെ ലൈഫ് ഇട്ടാണ് നിങ്ങൾ പന്ത് കളിക്കുന്നത്. അത് പൊറുക്കാവുന്ന ഒരു തെറ്റല്ല. ഇയാളോട് പുറത്തു പോകാൻ പറയണം. എടാ കൊച്ചനെ, നിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എനിക്കറിയാം. വടിയെടുത്ത് കൈ തന്നിട്ട് അടിക്കാൻ പറയല്ലേ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ശിവൻ മാറും. നിങ്ങൾ കുടിച്ചിട്ട് വന്ന അനാവശ്യം പറയാണ്. ഡോണ്ട് യു ഹാവ് മാനേഴ്സ്, കൾച്ചർ? കൾച്ചർ? വാട്ട് യു മീൻ ബൈ കൾച്ചർ? കോട്ടും സൂട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടൻ തുറയുടേത് സംസ്കാരമല്ല, അത് പരിഷ്കാരമാണ്. യു അണ്ടർസ്റ്റാൻഡ്? ശേഖരേട്ടാ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. എവനൊരുത്തം കുടിച്ചു വന്ന് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളത് നോക്കി നിന്ന് ആസ്വദിക്കുക.
ഇത് നിങ്ങളുടെ വീടായി പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. അല്ല മേജർ സർ, ഞാൻ ഡീസന്റ് ആയിട്ടല്ലേ കൈകാര്യം ചെയ്തത്. ഓറായോ? പിന്നല്ലാതെ അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? തനിക്ക് എന്തിന്റെ അസുഖ ശിവ? അല്ല, ഞാനൊരു സതുദ്ദേശത്തിന്റെ പേരിൽ. സതുദ്ദേശം? രാധമേ, പോയി വിളിക്ക്. വഴക്കിട്ട് അത്താഴപ്പട്ടിന് കിടന്നുകളി രണ്ടും. അല്ല, ഏൽക്കില്ലേ? എന്ത് തോന്നുന്നു? ഏറ്റിട്ടുണ്ട്, പക്ഷെ ഫലം ഓപ്പോസിറ്റ് ആയിരിക്കും. ആണോ? എന്നാലേ ഒരു തുള്ളിവിടെ വീഴ്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിച്ചാലോ? അയ്യോ, ഡബിൾ ചളാവും. പറയാൻ ഉദ്ദേശിച്ച പല ഡയലോഗ്സും വിട്ടുപോയി. അതും കൂടെ കാച്ചിരുന്നെങ്കിലേ ഞാൻ ആ ഒറ്റ ഒന്നുകൂടെ വിട്ടിട്ട് ഡിമ്മഞ്ഞു വരാം. എന്നെ നാളെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം നിർബന്ധമാണോ ശിവന്? കുളമായോ? സ്മോൾ അടിച്ചാൽ അതും കുഴപ്പം, അടിച്ചില്ലേ പുല്ല് നാക്കിലൊന്നും വരികയില്ല. ഇത് വെച്ചോ. പിന്നെ ഞാൻ ആ ഹോട്ടൽ ഗ്രീൻസിലെ ജെയിംസിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണിയവൻ ശരിയാക്കി തരാതിരിക്കില്ല. പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ. വേറൊന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഞാനുണ്ട് മേജർ സാറിന്റെ വീട്ടിലേക്ക്. എനിക്ക് കോഴി എടുക്കണം. പെണ്ണിനിപ്പോ തകർത്ത കച്ചവടമല്ലേ. നമ്മളിപ്പോ ഓർഡർ പിടിക്കാൻ കണ്ട ഹോട്ടലിൽ അടുക്കള ഇറങ്ങാ. കേറ്. ആ, കാപ്പി വേണമാ ഗ്ലൂക്കോസ് വേണമോ? ഒന്നും വേണ്ട. என்னடா முத்து, இங்க பாருடா, உனக்கும் லட்சுமிக்கு சண்டையா? உங்களை இப்ப ஒன்னா பார்க்க முடியலையே. சண்டையா? നിങ്ങൾക്ക് എന്താ? രാജപ്പ, ശിവണ്ണനെ பார்த்தா அந்த பொண்ணுக்கு ஒரு கிறுகிறுப்பு. அதை நீ கவனிச்சிருக்க? അതിനെന്താ, ഒരു മിന്നി കെട്ടാൻ പുള്ളി തയ്യാറായാൽ അവക്കും കുടുംബത്തിനും നല്ലതല്ലേ? அப்படியாவது அவர் இந்த ஊர்ல இருக்கட்டும், அது நமக்கு நல்லது. ഞാനിവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നതല്ല. 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരല്ലേ? പറ്റില്ല ശേരേട്ടാ, രണ്ടുപേർക്ക് ലീവ് ഉണ്ടായിട്ടല്ല, ഇതുപോലൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വന്നേ ഉള്ളൂ. കൂടെ കൂട്ടി ചെന്നാലേ ഇവളായിട്ടുണ്ടാക്കിയ നാണക്കേട് മാറിക്കിട്ടു. ഇപ്പൊ കൂടെ വരാൻ ഡാഡി എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് കഴിയില്ല. നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. ഡാഡി വെറുതെ വാശി പിടിക്കരുത്. എന്താടി, ആരുടെ വാശിയെ ജയിക്കാൻ പോകുന്നെന്ന് നിനക്ക് കാണണോ? അനിമോളെ, ബഹളം വെച്ച് പുറത്തുള്ളവരെ കൂടെ അറിയിക്കണം. എന്തായി? കൊഴപ്പാ, അവസാനത്തെ ആയുധം പ്രയോഗിക്കട്ടെ. അതിന് സമയമായൊന്ന് 2 വട്ടം ചിന്തിക്കണം. കറക്റ്റ് ടൈമിലെ കാച്ചാവും. കാച്ചിയെ കാച്ചിയ പോലെ ഇരിക്കണം. ആട്ടെ, എന്തായി തുറപ്പിച്ചിട്ട്? ഉണ്ട്. എടാ ചെറുക്ക, നീ എന്താ ഇവിടെ? ഞാൻ കാത്തുക്കായിരുന്നു നിന്നെ കാണാൻ. എന്താ? നിക്കേ, എനിക്കിന്നോട് സംസാരിക്കാനുണ്ട്. നിനക്ക് അയാൾ ഇഷ്ടാ, ആ ശിവനെ? അയാൾക്ക് തിരിച്ചോ? അതും എന്ന് അയാൾ പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആ, എന്നാണത് പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ അത് കള്ളായിരിക്കും. ആ മേജർ സാറിന്റെ മകളും അയാൾ തമ്മിൽ ഇഷ്ടാ. എന്നിട്ട് നിന്നോട് ഇഷ്ടം കാണിക്കുകയാണെങ്കിലേ അത് ചതിക്കാനാ. എടാ, നാക്ക് പുഴുത്തു പോകുന്നിന്റെ. കള്ളം കള്ളം പറയാ. എടി പെണ്ണെ, കുട്ടിക്കാലത്ത് ആരോ കളി പറഞ്ഞ എന്റെ കാതിൽ ഇപ്പോഴുണ്ട്. മുത്തുവിന്റെ പെണ്ണ ലക്ഷ്മിന്ന്. വളർന്നോടൊപ്പം അതെന്റെ മനസ്സിൽ ഉറച്ചുപോയി. പറ, എന്റെ പെണ്ണല്ലേ നീ? എന്റെ മാത്രം. എടാ, കള്ളം പറഞ്ഞ എന്നെ ആ മനുഷ്യനെ നകറ്റ നോക്കല്ലേ? ഇനി അതെല്ലാം സത്യമാണേലും നിന്റെ കൂടെ കൊടുക്കാനൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഒരിക്കലും അത് ഉണ്ടാവില്ല. സത്യം. എടീ, എത്രയോ മോഹിപ്പിച്ചിട്ട് നിന്നെ വിടില്ലടി. എടാ നീ എനിക്കിഷ്ടാ, ഒരുപാട് ഒരുപാട്. എന്റെ പെണ്ണാ നീ, എന്റെ മാത്രം.
ലക്ഷ്മി ഇതെന്തിനാന്നറിയാലോ? ഒരു പെണ്ണിന്റെ ജീവിതമാണ് നീ നശിപ്പിച്ചത്. നിന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. മിണ്ടരുത്. നീ മറ്റൊരു രംഗനാവുന്നോടാ. കൊന്നോടാ ഞാൻ. ഇല്ല ലക്ഷ്മി, ലക്ഷ്മി എന്റെ ലക്ഷ്മിയുടെ കഴുത്തി കെട്ടാനാ. അറിയാതെ ചെയ്തു പോയ തെറ്റിന് അവിടെ കാലിൽ വീണ് മാപ്പ് പറയും ഞാൻ. എന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടെ. സത്യമാണോ നീ പറയുന്നത്? അതെ, അവളെ ഞാൻ ചതിക്കില്ല. പയ്യോ, നീ ഇപ്പൊ അവളെ കാണണ്ട. ഞാൻ സംസാരിക്കാം അവളോട്. ലക്ഷ്മി, പറയുന്നത് കേക്കൂട്ടി. മനഃപൂർവ്വം നിന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തല്ല അവൻ. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ തന്നെ അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. സ്നേഹം എന്ന് പറഞ്ഞാ നിന്റെ ശരീരത്തോട് മാത്രമല്ല. എന്താ അവനൊരു കുറവ് പറയാൻ? ഒരു ദുശീലവും അവന്റെ കയ്യിലില്ല. അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. നടന്നത് 4 ആളറിയാതെ എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ? നോക്ക്, നിന്റെ പ്രയാസം നീ കരഞ്ഞു തീർക്കാന്നല്ലാതെ അച്ഛൻ അറിയാൻ ഇടവരരുത്. പാവം മനുഷ്യന്റെ നെഞ്ചു പൊട്ടും. എന്താ നീ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയണം? എല്ലാം നിങ്ങൾ തീരുമാനിക്കല്ലേ. ഒന്നോർത്തോളൂ, എനിക്കുണ്ടൊരു ചെറിയ മനസ്സ്. ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരു ജീവിതം. അതെല്ലാം അങ്ങനെ എളുപ്പം എനിക്ക് മറക്കാൻ കഴിയില്ല. അനുചേച്ചി, അനുചേച്ചി പോകുവാ? ആര് പറഞ്ഞു? അനിച്ചേച്ചി എവിടെ പോകുന്ന? ഡൽഹിക്ക് കൊണ്ടുപോകാനല്ലേ അവരൊക്കെ വന്നിരിക്കുന്ന. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പറ്റിക്കാൻ പറയാ പോവില്ലാന്ന്. എന്റെ പൊന്നു പിള്ളേരെ, അനിച്ചേച്ചി പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എങ്ങും പോവില്ല പോവില്ല പോവില്ല. എന്താ വിശ്വാസമില്ലേ? കുറച്ചൊക്കെ വിശ്വാസായി. അത്ര വിശ്വാസേ ചേച്ചിക്കുള്ളൂ. ഇനി ചെല്ലേ, ചേച്ചിക്ക് കുറച്ച് ലോൺലി ആയിട്ടിരിക്കണം. ഓക്കെ? ആ, തന്നെ ഒന്ന് തനിച്ചിട്ടാ നടക്കായിരുന്നു ഞാൻ. കുറച്ച് സംസാരിക്കാം. എന്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നു എന്ന് ഞാൻ സമ്മതിക്കാം. പാസ്റ്റ് ലൈഫിൽ ഞാൻ സാമാന്യം നല്ലൊരു ഫ്ലർട്ടാണ്. എന്റെ സറൗണ്ടിങ്സ് അങ്ങനെ ആയിപ്പോയി. അതൊക്കെ നമുക്ക് വിടാം. തന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. മറ്റൊരു പെണ്ണിന്റെ മുമ്പിൽ ഞാനിങ്ങനെ കൺഫസ് ചെയ്യൊന്നുമില്ല. ഇനിയുള്ള ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം, തനിക്ക് വേണ്ടി. ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? സംതിങ് ലൈക്ക് ദാറ്റ്. ചിലപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലേ? ഇല്ലെങ്കിലോ? പലതും സഹിച്ച് കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കണം അല്ലേ? എന്നെ വിട്ടേക്കരുൺ, എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. തുറന്നു പറഞ്ഞാ ഐ ഡോണ്ട് ലൈക്ക് യു. എടി പുല്ലേ, നീ വലിയ ആളയമയല്ലേ? അതിനതൊക്കെ ഒന്നും നിന്റെ കയ്യിലില്ല. എന്തോ ഒരു അട്രാക്ഷൻ എവിടെ എനിക്ക് തോന്നി. ഞാൻ ആഗ്രഹിച്ച കിട്ടാൻ എനിക്ക് പല വഴികളുമുണ്ട്. നീ വെറും ഒരു പെണ്ണാണെന്ന് നിനക്ക് ബോധ്യം വരികയാണ് ആദ്യം വേണ്ടത്. അതിനേ അല്ലേ തമ്മിക്കോളൂ, എന്ത് ബോറാ ഇഷ്ടായത്. പരാക്രമം പെമ്പിള്ളേരിലല്ല വേണ്ടതെന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ടില്ലേ? കഷ്ടം, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യേ. ചേച്ചേ, പോട്ടെ, സാരല്ല. ഒരിക്കലും ഓക്കെ, ആർക്കും ഒരു കൺസിഡറേഷൻ ഉണ്ട്. പക്ഷെ 2ാം വട്ടം കൈമുക്കിയാവുന്നല്ല പേട കിട്ടാൻ പേടാ. ശിവൻ, എന്താ ഇത്? നിർത്ത. ഇവനെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ലടോ, വല്ല കൊമ്പത്തെയാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചിട്ട് വന്ന ഈ ചെറുക്കനാ. ശിവൻ, ഷട്ട് യുവർ മൗത്ത്. താൻ പരിധി വിട്ട് പെരുമാറുന്നു. മേജർ സാർ എന്താ ഉണ്ടായെന്ന് അനിയോട് ചോദിച്ചു നോക്ക്. എനിക്ക് എക്സ്പ്ലനേഷൻ വേണ്ട. താൻ പോണം. എന്റെ മുമ്പിൽ നിന്ന് പാൻ. മെന്നെ മിണ്ടരുത്. ശിവനോടാ പറഞ്ഞത്, എന്റെ കൺവെട്ടത്ത് തന്നെ കാണരുത്. ഓക്കെ സാർ, ഓക്കെ. കേൾക്കാനുള്ള മനസ്സാന്നിധ്യം സാറ് കാണിക്കാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ശിവൻ അങ്കിൾ, ശിവന്റെ കൂടെ എന്നെ കൂടി പോകാൻ അനുവദിക്കണം. അനിത, എന്താ നിനക്ക്? ഇല്ലെങ്കിൽ അച്ഛനായിരുന്നു ചൂണ്ടിക്കാണിക്കാനില്ലാതെ എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരും.
ശിവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്. മോളെ നീ അതെ അങ്കിൾ. എന്താ ഇത് താൻ എന്തായി പറയുന്നേ? എന്താ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ? ഓർമ്മയില്ലേ അന്ന് മഴയത്ത് കുന്നിൻ ചെരുവിലൂടെ? ഏത് കുന്നം ചെരുവ്, ഏത് മഴ? പോക്കരുത്തം പറയരുത്. ശിവൻ, നിങ്ങൾ എസ്കേപ്പ് ചെയ്യാനുള്ള ഭാവ ബോധ്യമാവുന്നൊരു കാരണം എന്റെ ഡാഡിയോടും മമ്മിയോടും പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ? അല്ല അതിനിങ്ങനെ ഇതൊരുമാതിരി മേജർ സാർ, ഈ അനിത അനിമോളെ, എന്താ പറ്റിയ നിനക്ക്? ലീല, പെട്ടെന്ന് റെഡി ആയിക്കോളൂ. എത്രയും വേഗം നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഈ അവസരത്തിൽ ഏതവസരം? നമ്മൾ തിരിച്ചു പോകുന്നെന്ന്. വന്നത് മോളെ കാണാനും കൂടെ കൊണ്ടുപോകാനുമായിരുന്നില്ലേ? ഇപ്പൊ ആ മോൾ മരിച്ചെന്ന് മനസ്സിലാക്കി ഇരിക്കപ്പെണ്ടാൻ വെച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. ഐ എം സോറി മൈ സൺ. ഞാൻ നിന്നോട് അപ്പോളജൈസ് ചെയ്യുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ ശേഖരേട്ടൻ ഒന്നും പറയണമെന്നില്ല. ഇത്രയും കൊണ്ടെത്തിച്ച എന്നെ ധാരാളമായി. എന്റെ ഡിസിഷൻസ് എല്ലാം പെട്ടെന്നായിരിക്കും, അതുപോലെ ബോൾഡും. താങ്ക്സ്, താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതൽ ഒരച്ഛനെ ശിക്ഷിക്കാനില്ലല്ലോ. ഒരപേക്ഷയുണ്ട്, ഒരിക്കൽ പോലും തമ്മിൽ കാണാനൊരു സാഹചര്യം ഉണ്ടാക്കരുത്. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? ചാകാൻ കിടന്ന് നിന്റെ ജീവൻ രക്ഷിച്ചതോ? ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, സ്വന്തം മകനെ പോലെ സ്നേഹിച്ചോ? ഒരിക്കലും ശിവന്റെ കയ്യിൽ നിന്ന് തെറ്റുണ്ടാവാൻ പാടില്ലായിരുന്നു. അങ്കിൾ, ഐ എം സോറി. ശിവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായപ്പോ ഞാൻ പറഞ്ഞ കള്ളമാണത്. തെറ്റായിട്ട് എന്റെ വിരൽത്തുമ്പിൽ പോലും ശിവൻ തൊട്ടിട്ടില്ല. അനിത, എന്തൊക്കെയാ കുട്ടി പറയണത്? എന്താ സത്യം? അങ്കിളിനോടും ആന്റിയോടും പറയുന്നത് തന്നെയാണ് സത്യം. എന്നും അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പാവം ശിവനെ വെറുതെ വഴക്കേൽപ്പിച്ചു. കേട്ടതാണോ? പറയുമ്പോ ഞാൻ അനുഭവിച്ച ടെൻഷനോ? സ്നേഹിച്ചു പോയില്ലേ ഈ തെമ്മാടിയെ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? കളയടാ മോനെ ഈ പെണ്ണിന്റെ ഒരു കുരുത്തം കെട്ട നാക്ക്.